ഹലോ ഫ്രണ്ട്സ്, ജ്യോതിസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു വൈറൽ റെസിപ്പിയാണ്, ബൺ മസ്കയും ഇറാനി ചായയും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമലായിട്ട് നമുക്കൊരു വിസ്ക് യൂസ് ചെയ്താൽ മതി. ഹാൻഡ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം മാത്രമേ ആ ക്രീമിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതാ ക്രീമൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബണ്ണാണ്. അപ്പോൾ നല്ല 2 സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സീസെയിം സീഡ്സ് ഉള്ള ബണ്ണാണ്. ഏത് ബണ്ണ് വേണമെങ്കിലും എടുക്കാം, നല്ല സോഫ്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ബണ്ണ് നമുക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 2 ബണ്ണും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയും പാനിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ബണ്ണൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ തന്നെ 4 ബണ്ണും വെച്ച് കൊടുക്കാം. നല്ല ബ്രൗൺ ആക്കി ടോസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ചെറുതാക്കി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ദാ ഈ കാണുന്ന പോലെ. ഇനി ഇതിലേക്ക് നല്ലതായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സൈഡ് മാത്രമേ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 2 സൈഡും ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റിനും കൂടെ ഒന്ന് നന്നായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 ബണ്ണും ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതുമാണ്. നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ 2ാമത്തെ ബണ്ണും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീം ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ചുറ്റിനും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് ഇറാനി ചായയാണ്. അതിനൊരു ഗ്ലാസ് പോട്ടിലേക്ക് 2 കപ്പ് വെള്ളമാണ് തിളപ്പിക്കുന്നത്. അതിലേക്ക് 2 ഏലക്ക, 2 പട്ട, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി 2 ടേബിൾ സ്പൂണ് തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ലിഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ 2 കപ്പ് പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ല ക്രീമി ആയിരിക്കും പാല്. അപ്പോൾ ഇതാ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിവിടെ തേയില വെള്ളം വെട്ടി തിളയ്ക്കുന്നത് കാണാം. ഇനിയും പാല് നന്നായിട്ടൊന്ന് ഇളക്കി 1 കപ്പാക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതാ പാലൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. ഇനിയും 2 ഗ്ലാസ്സിലേക്കും 1/2 ഗ്ലാസ് തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാം, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അപ്പോൾ അതാ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ കുറുകിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ കുറുകിയ പാലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബണ്ണ് അങ്ങോട്ട് ഡിപ്പ് ചെയ്യുക, കഴിക്കുക, അത്ര തന്നെ. ഇങ്ങനെ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.